ഭാരതപ്പുഴയുടെ തീരത്ത് പൊന്നു വിളയും നെൽപ്പാടങ്ങളുടെ നടുവിലായി ഒരു ക്ഷേത്രമുണ്ട്, വാഴാലിക്കാവ് ക്ഷേത്രം. അജഗജാന്തരം, നഗർശതങ്ങൾ, കുടമാറ്റം, ചന്ദ്രോത്സവം, മഴവിൽ കാവടി എന്നീ 100-ലേറെ ഹിറ്റ് സിനിമയുടെ ലൊക്കേഷൻ ഏരിയയായ വാഴാലിക്കാവ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതി ഭംഗി മാത്രം ലക്ഷ്യം വെച്ചൊരു യാത്രയാണിന്ന്. പോകും വഴി തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പേരുകേട്ട പൂരം നടക്കുന്ന ഉത്രാളിക്കാവ് അമ്പലമാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. പ്രകൃതി ഭംഗിയിൽ വാഴാലിക്കാവിനൊപ്പം കിടപിടിക്കാൻ പറ്റിയൊരു അമ്പലമാണിത്. കേരളത്തിന്റെ പരമ്പരാഗത സൗന്ദര്യവും പുരാതന ശില്പകലയും ഗ്രാമീണ മനോഹാരിതയും ഒരുമിക്കുന്ന നേർക്കാഴ്ചയാണ് ഉത്രാളിക്കാവ് അമ്പലത്തിനുള്ളത്. നെൽപ്പാടത്തിന്റെ ഒത്ത നടുവിൽ പൂരത്തിന്റെ ആടയാഭരണങ്ങളൊന്നുമില്ലാതെ പോലും ഉത്രാളിക്കാവിന്റെ ഭംഗിയൊന്നു വേറെ തന്നെ. അധികം ഇവിടെ സമയം കളയാതെ നമ്മുടെ വാഴാലിക്കാവിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ദൂരം പറയുവാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 35 കിലോമീറ്ററേ വാഴാലിക്കാവിലേക്കുള്ളൂ. അതായത് ഏറിയാൽ ഒരു 1 അവർ യാത്ര. പലരുടെയും വിചാരം വാഴാലിക്കാവ് പാലക്കാട് ജില്ലയിലാണെന്നാണ്. സത്യത്തിൽ അത് തൃശ്ശൂർ ജില്ലയിലെ പൈക്കുളം ഗ്രാമത്തിലാണുള്ളത്. അങ്ങനെ നമ്മൾ വാഴാലിക്കാവിനടുത്തെത്തി. ഈ ആൽത്തറ മുമ്പ് കണ്ടതായി തോന്നുന്നുണ്ടോ? ചന്ദ്രോത്സവം സിനിമയിൽ ലാലേട്ടന്റെ മോസ്റ്റ് ഇമോഷണൽ സീന് ഷൂട്ട് ചെയ്തത് ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കല്ല് കണ്ടോ? നമ്മുടെ ലാലേട്ടൻ ഈ അത്താണിക്കല്ലിന് മുകളിലിരുന്ന് പറഞ്ഞ സീനൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടല്ലേ? ഇന്ന് ഈ അത്താണിക്കല്ലുകളൊക്കെ ചുരുക്കം നാട്ടിൻ പ്രദേശങ്ങളിൽ മാത്രമേ കാണാനാവൂ. പണ്ട് തലച്ചുമട് ഇറക്കി വിശ്രമിക്കാനായി ഇത്തരം അത്താണിക്കല്ലുകൾ എല്ലായിടത്തും കാണാമായിരുന്നു. ഇതിൽ മുൻകാലത്തുള്ളവർ എന്തോ കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. കൗങ്ങൻ തോട്ടത്തിനിടയിലെ ഈ കൊച്ചു വീട് കണ്ടോ? ഇന്ന് നമുക്ക് അധികം കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണല്ലേ ഇത്. എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നുന്നുണ്ട് ആ വീടും പരിസരവും കാണാൻ. നല്ലൊരു നൊസ്റ്റാൾജിയ ഫീല് തരുന്നുണ്ടല്ലേ. ഇന്ന് എന്തായാലും നല്ല മഴയുള്ള ദിവസമാണല്ലോ, അതുകൊണ്ട് ഈ ആംബിയൻസിലെ മഴയും കണ്ട് ഒന്ന് കുറച്ചങ്ങോട്ട് നടക്കാം. ഈ ദേവസ്വം ബോർഡിന്റെ അറിയിപ്പ് പോലെ പ്ലാസ്റ്റിക്കുകളൊന്നും എറിഞ്ഞ് ഈ ഭംഗി ഒട്ടും മങ്ങലേൽപ്പിക്കാതിരിക്കാൻ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ വഴി നേരെ പോയാൽ ഒരാൽമരം കാണാം. ആ ആൽമരത്തിന് റൈറ്റ് സൈഡിലായിട്ട് വാഴാലിക്കാവ് അമ്പലവും ലെഫ്റ്റ് സൈഡായിട്ട് ഭാരതപ്പുഴയുമാണുള്ളത്. ഇതാണ് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം. ശാന്തമായ അന്തരീക്ഷത്തിൽ സാംസ്കാരിക പ്രാധാന്യത്തിനും ഒപ്പം ഒരുപാട് ഹിറ്റ് സിനിമകൾക്കും പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വാഴാലിക്കാവ് ഭഗവതിയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന നവകുറുമ്പക്കാവ് ഭഗവതിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. പുലർച്ചെ 5 മുതൽ 10 മണി വരെയും വൈകുന്നേരം 5:30 മുതലുമാണ് ഇവിടുത്തെ ദർശന സമയമുള്ളത്. കുംഭമാസത്തിലെ അശ്വതി നാൾ വേലയും മീനമാസത്തിലെ രേവതി നാൾ പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. പുരാതന കലാരൂപമായ നിഴൽപ്പാവക്കൂത്തിന് പേരുകേട്ട ഇടമാണ് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം. തോൽപ്പാവക്കൂത്തിനുള്ള പ്രത്യേക വേദിയാണ് കൂത്തുപുര അല്ലെങ്കിൽ കൂത്തുമാടം എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന കൂത്തുമാടം ദേവിക്ക് കാണാൻ വേണ്ടിയാണത്രേ ക്ഷേത്രത്തിന് ഫേസ് ചെയ്ത് തന്നെ നിർമ്മിച്ചേക്കുന്നത്. ഉത്സവ സമയത്ത് മാത്രമാണ് കൂത്തുപുര തുറക്കാറുള്ളൂ അത്രേ. ദാരിക എന്ന അസുരനെ വധിച്ച ശേഷം ഭദ്രകാളി ദേവി ഈ സ്ഥലത്തെ ആൽമരക്കൂട്ടത്തിൽ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ക്ഷേത്രത്തെക്കാൾ ഉപരി ക്ഷേത്ര പരിസരമാണ് ഇവിടെ വരുന്നവരുടെ മനം കവരുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിലൊന്നാണ് വാഴാലിക്കാവ്. പാടവരമ്പത്തൂടെ നടന്നാൽ ഭാരതപ്പുഴയിലേക്ക് എത്താം. മഴക്കാലത്ത് കല്ലിതുള്ളിയും വേനൽക്കാലത്ത് വിനയത്തോടെയും ഒഴുകുന്ന നീളാനദി വാഴാലിക്കാവിന് ഒരു അഴക് തന്നെയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നദികളിൽ 2ാമത്തെ നദിയാണ് ഈ ഭാരതപ്പുഴ. നിളയെന്നും പേരാറെന്നും വിളിപ്പേരുള്ള ഈ പുഴ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെ 209 കിലോമീറ്ററോളം ഒഴുകി അറബിക്കടലിൽ എത്തിച്ചേരുന്നു. ഈ കാണുന്നതാണ് വാഴാലിക്കാവിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ.
പുഴ, പാടം, ആൽത്തറ, ക്ഷേത്രം, ഒരു കൂത്തുമാടം, ഇതെല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ വന്നാലോ? എന്താ പറയാലേ? ഇത്രയേറെ കണ്ണിങ് ആയിട്ടൊരിടം ഉണ്ടോ? അപൂർവങ്ങളിൽ അപൂർവം മാത്രം. മഴ നനയാതിരിക്കാൻ ഈ പാടത്തെ മോട്ടോർ പുരയിലേക്കൊന്ന് കയറി നിന്നതാ. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഏത് കോർണറിൽ നിന്ന് നോക്കിയാലും വാഴാലിക്കാവിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഒന്ന് വേറെ തന്നെയാണ്. ഒരു വശം കാടും മറുവശം നിളാനദിയും, പുഞ്ചപ്പാടത്തിനൊത്ത നടുവിലായുള്ള ആൽമരവും അതിനോട് ചേർന്നുള്ള കൂത്തുമാടവും തരുന്ന ഒരു പകരം വയ്ക്കാനാവാത്ത ഒരു വിഷ്വൽ ബ്യൂട്ടി ഇല്ലേ? അതാണ് ഈ സിനിമാക്കാരെയെല്ലാം ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. 100-ലധികം സിനിമകളാണത്രേ ഇവിടെ ചിത്രീകരിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുള്ള സിനിമകളൊന്ന് കമന്റ് ചെയ്യണേ. ഓരോ സീസണിനും വാഴാലിക്കാവിന്റെ അഴക് ഒന്ന് വേറെ തന്നെയാണ്. മഴക്കാലത്തെ വാഴാലിക്കാവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മറ്റു ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് അടുത്തായി തന്നെ ഉള്ളത്. 9 കിലോമീറ്ററാണ് അവിടെ നിന്നുള്ള ദൂരം വരുന്നത്. വാഴാലിയുടെ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.